എല്ലാവർക്കും ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു വീഡിയോ എടുക്കാം. ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ആരായാലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നടക്കുമോ, ഇതൊക്കെ നമ്മൾ ഡിവൈനോട് ചോദിക്കുകയാണ്. എന്താണ് അതിന് നമുക്കൊരു ഔട്ട്കം എന്താണ് കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. കാരണം വെച്ചാൽ നിങ്ങൾ കുറേ പേരുടെ എനർജിയാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ്, സബ് ഇത്രയും ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെനക്കിൾസ് എന്ന കാർഡാണ്. ഇതാണ് സിറ്റുവേഷൻ. ഇത് സിറ്റുവേഷനാണ്. എന്താ സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ ധനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. കരിയർ, ഫിനാൻസ്, അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നു. ഒരുപാട് വിഷമങ്ങൾ സഹിച്ചത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കും. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നീട് ധനത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നാണ്. പിന്നെ നെഞ്ചോട് അടുക്കി ചേർത്ത് പിടിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ധനം. ആരൊക്കെ ചതിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ധനം സൂക്ഷിച്ചു വയ്ക്കുക എന്ന പാഠം പഠിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത കാർഡ് സാമ്പത്തികത്തിൻ്റെ ഞെരുക്കം നല്ലപോലെ മനസ്സിലായ ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് ധനം നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുന്നു. ആർക്കും ഇനി വിട്ടുകൊടുക്കില്ല. എല്ലാം ഇനി എൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കണം എന്നുള്ള ചിന്ത വന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇപ്പോൾ എന്താണ് അവസ്ഥ? നേരത്തെ നമ്മൾ പറഞ്ഞു പിന്നെ ഇപ്പോൾ സാമ്പത്തികത്തിൻ്റെ ആ മേഖലയിലേക്ക് കടന്നു പോയിരിക്കുന്നു. അപ്പോൾ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ട്രിപ്പൊക്കെ പോവുക, ജോളി അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതായത് ഒരു സന്തോഷമൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാർഡ് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, എന്നിരുന്നാലും പിന്നെ ഈശ്വരചിന്ത കൈവിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുണ്ട്. കാരണം എനിക്ക് പറ്റിയ പാളിച്ചകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പാളിച്ചകൾ പറ്റി എന്നാണ് നമുക്ക് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈശ്വരനെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഒരുപാട് അത്തരം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ വെളിച്ചമൊക്കെ, നമുക്ക് തലയിൽ വെളിച്ചം വരിക എന്ന് പറയുമല്ലോ. നമ്മൾ ഇരുട്ടൊക്കെ മാറി ഒരു വെളിച്ചമൊക്കെ നമുക്ക് തലയ്ക്കുള്ളിൽ വന്നു, അവനിപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് തലയിലെന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നന്നായി, സന്തോഷം. 3 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എങ്കിലും സിറ്റുവേഷൻ 3 ഓഫ് സോഡ്സ് എന്ന എനർജി വന്നിട്ടുണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സാന്നിധ്യം ഇവിടെ നല്ലതുപോലെ ഉണ്ട് എന്ന് കാണിക്കുന്നു. അപ്പോൾ ആ തേർഡ് പാർട്ടി മൂലം മനസ്സ് അസ്വസ്ഥമാണ്, കരഞ്ഞ് നിലവിളിക്കുന്നു. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് കാണണം. മനസ്സിലായില്ലേ? നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഫീലിങ്സിൻ്റെ കാർഡ് നമ്മളെടുത്തത് ഇതാണ്, 10 ഓഫ് സോഡ്സ്. ഒന്നും മിണ്ടാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ബാക്ക് സ്റ്റാബിങ് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളോടൊന്നും പറയാതെ ഒരു ദിവസം അങ്ങ് പോയി. ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരിക്കാം, പക്ഷേ ഒരു ദിവസം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. നിങ്ങൾ എത്രമാത്രം തളർന്നു കാണും, എത്രമാത്രം നിങ്ങൾ അതിൽ വിഷമിച്ചിട്ട് അതിന് ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരുന്നു. ഇതൊന്നും ആലോചിക്കാതെ
എടുത്ത് ചാടി പോയി. ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വന്നിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഓക്കെ, അപ്പോൾ പിന്നെ പേജ് ഓഫ് കപ്സ്. ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ്. അതായത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കൈകളൊക്കെ കൂട്ടി ഒരു ലവ് ചിഹ്നമൊക്കെ പിടിച്ച് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു നേരത്തെ. അതായത് സിറ്റുവേഷൻ, ഇപ്പോഴുള്ള സിറ്റുവേഷൻ 3 ഓഫ് സോർട്സ് ആണ്. എന്തെല്ലാം ധനം നേടിയാലും ഏതൊക്കെ സിറ്റുവേഷനിൽ ഞാൻ ഇരുന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് ഈ വ്യക്തിയെ പറിച്ചു കളയാൻ എനിക്ക് സാധിക്കുന്നില്ല. തിരിച്ചറിവ് വന്നിരിക്കുന്നു എന്നാണ്. എനിക്ക് കഴിയുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്കറിയാം, ബോധ്യമുണ്ട് എനിക്ക്. പക്ഷേ എൻ്റെ സാഹചര്യം അന്നതായിരുന്നു. ഈ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് ഒരു പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ ഒരു റിലേഷൻഷിപ്പും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിംഗിളാകാം, മാരീഡാകാം, എക്സ്ട്രാ മാരിറ്റൽ കൂടി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 9 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുവിധമൊക്കെ സാമ്പത്തിക ഭദ്രത കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഫലം നിങ്ങൾക്ക് തരണം എന്ന് വിചാരിക്കുന്നു. അതായത് 9 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 9 എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്നാണ്. അപ്പം നിങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫീലിങ്സിന് പൂർണ്ണതയുള്ളൂ എന്ന് ആൾ മനസ്സിലാക്കുന്നു എന്ന് നമുക്കിവിടെ കാണാം. ദ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡ് വളരെ ഹോപ്പ് വെച്ചിരിക്കുന്നു, വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അവിടെ ഒരു ദിവ്യ വെളിച്ചമൊക്കെ കാണുന്നുണ്ട്, സ്റ്റാർ കാണുന്നുണ്ട് അല്ലേ. ഒരാളിങ്ങനെ അതിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഉറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പക്ഷേ ഇപ്പം ബ്രേക്കപ്പ് ആയിരിക്കാം, നോ കോണ്ടാക്റ്റ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മെസ്സേജ് മാത്രമേ അയക്കുന്നുണ്ടാവുള്ളൂ, ഗുഡ് മോർണിംഗോ ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നാൽ സ്റ്റാറ്റസിലൊക്കെ വന്നിട്ടിടുക നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലൊക്കെ നിങ്ങളെ വാച്ച് ചെയ്യുക, ഇങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പോലും അത് അറിയുന്നില്ല എന്നത് ഒരു സത്യമാണ്. കാരണം ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തി, അത് കണ്ടില്ലേ, ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളെന്താ ചെയ്യുക? നമ്മളെന്തായാലും കുറേയൊക്കെ നിങ്ങൾ എഫേർട്ട് ഇട്ട് നോക്കി, കുറേ നിങ്ങൾ കാത്തിരുന്ന് നോക്കി, പിന്നീടും യാതൊരു രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പതിയെ നിങ്ങളുടെ കാര്യത്തിലേക്ക് കടന്നു. അവിടെ കടന്നു എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് കടന്നു അല്ല, നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ വിജയിച്ചു അവിടെ എന്നുള്ളതാണ്, സക്സസ് ആയി എന്നുള്ളതാണ്. എങ്ങനെ സക്സസ് ആയി? പിന്നെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില നേട്ടങ്ങൾ, അഡ്വാൻറ്റേജസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നു, നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. ഇനി എനിക്ക് പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് എൻ്റെ പേഴ്സൺ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന തോന്നൽ ഉണ്ട്. എങ്കിലും പ്രതീക്ഷ വച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്താണ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നത്? മിസ്സിങ് എനർജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ഇവിടെ ഒരു സോൾമേറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. മിസ്സിങ് എനർജിയാണ്. നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളില്ലാതെ പൂർണ്ണമാവില്ല ലൈഫ് എന്ന തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഇവിടെ നമ്മൾക്ക് പിന്നെ കരിയർ, ഫിനാൻസ് എല്ലാം ഓക്കെ ആയി. പക്ഷേ എന്തെല്ലാം എനിക്കുണ്ടെങ്കിലും ഇതുകൂടി എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നമുക്കിവിടെ പൂർണ്ണമാവൂ എന്ന ഒരവസ്ഥ കൂടി ഈ പേഴ്സണുണ്ട് എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് നമുക്ക് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ലവേഴ്സ് കാർഡ് എനിക്ക് മുഴുവൻ കാണിക്കാൻ പറ്റില്ല. അറിയാമല്ലോ, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, നിങ്ങൾ ടാരോട്ട് കാണുന്നതാണല്ലോ, അറിയായിരിക്കും. അങ്ങനെ നമ്മൾ ചില കാർഡ്സ് കാണിക്കാൻ പാടില്ല. ലവേഴ്സ് കാർഡാണത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലവേഴ്സ് കാർഡ്, യെസ്. അപ്പോൾ ഈ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ഡീപ്പ് ലവ് ആണ്. നിങ്ങൾ ഈക്വലി ഗിവ് ആൻഡ് ടേക്കോട് കൂടി സ്നേഹിച്ചിരുന്നവരാണ്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പാർട്ട്ണറൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതൊക്കെ എത്ര ഉണ്ടെങ്കിലും ഇതുപോലെ ആയിരുന്നില്ല. കാരണം നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത്. നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ സ്നേഹം പെട്ടെന്ന് ഉപേക്ഷിക്കാനും മറക്കാനും കഴിയില്ല. മാത്രമല്ല നിങ്ങൾ ടെൻ ഫ്ലെയിം അതുപോലെ സോൾമേറ്റ് ഒക്കെ കണക്ഷനുള്ള വ്യക്തികളാണ് എന്ന് കാണിക്കുന്നു. പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടാകുക എന്ന് പറയുന്നു. ക്യൂൺ ഓഫ് കപ്സ് ഞാൻ നേരത്തെ കാണിച്ചു നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആക്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ 3 ഓഫ് ഹാൻഡ്സ് ആണ്. തീർച്ചയായിട്ടും പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്.
തീർച്ചയായിട്ടും പ്രോഗ്രസ് കാണിക്കുന്നു എന്നാണ്. എന്താണ് പ്രോഗ്രസ് കാണിക്കുന്നത്? ഇവിടെ എന്താ, 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇപ്പോൾ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഓർത്തിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ രാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് കരയുന്നുണ്ട് എന്ന് കാണിക്കുന്നു. 4 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, കാണിക്കാം. ദ ഹെറോഫൻ്റ് ഉണ്ട്. അപ്പോൾ വളരെ പ്രതീക്ഷയുണ്ട്, വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കും എന്നുള്ള ആ പ്രതീക്ഷ. മിക്കവാറും അടുത്ത് തന്നെ ഒരു റിയൂണിയൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ് കാർഡ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പിന്നെ സന്തോഷമായിരിക്കും, പ്രാർത്ഥിക്കൂ കേട്ടോ. പിന്നെ 4 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി പോലെയാണ്. ഫാമിലി പോലെ ഇത്ര ഹാപ്പി ആയിട്ടാണ് പിന്നെ നിങ്ങൾ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആക്ഷനൊന്നും അല്ലാതെ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ആക്ഷൻ വരാൻ ഇരിക്കുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയണമല്ലോ. ഇതൊക്കെ ശരി തന്നെ, ഓക്കെ. എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പിന്നെ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ അവിടെ വന്നു. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് പിന്നെ ഏതെങ്കിലും തരത്തിലൊക്കെ ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ആൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതേമാതിരി ഒരു ചതി വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. ചതിച്ചാണ് നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയിരിക്കുന്നത്. പെട്ടെന്നൊന്നും നിങ്ങളെ വിട്ടുപോകാൻ ആൾക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ചതി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ചതിച്ച് മാറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിലായിരുന്നു, 8 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലായിരുന്നു. കെട്ടി വരിഞ്ഞ് മുറുക്കി അവരുടെ കൺട്രോളിൽ വെച്ചിരിക്കുന്ന ആ ഒരവസ്ഥയായിരുന്നു. ഈ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 ഓഫ് വാൻസ് എന്ന ഈ എനർജിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ മനുഷ്യ സഹജമാണ്. ക്ഷമിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ദൈവികമായ ഒരു അംശമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്കിൽ നിങ്ങളുടെയാണ് തീരുമാനം. ഡിവൈൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ അതൊരു ടാരോട്ട് റീഡറിലൂടെ ആയിരിക്കാം നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അതൊരു നിമിത്തമാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.